രാജഗിരി ക്വാറിയിൽ നിന്നും രാജഗിരി ജോസ്ഗിരി PWD റോഡിൽ പതിച്ച കൂറ്റൻ കല്ലുകൾ പൊട്ടിച്ചു നീക്കി പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. രാജഗിരി ക്വാറിയിൽ നിന്നും രാജഗിരി ജോസ്ഗിരി PWD റോഡിൽ പതിച്ച കൂറ്റൻ കല്ലുകൾ പൊട്ടിച്ചു നീക്കി പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം 2 ഹിറ്റാച്ചികൾ എത്തിച്ച് കല്ലുകൾ പൊട്ടിച്ചു നീക്കാൻ നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ വിജയിച്ചിരുന്നില്ല. കല്ലുകൾ റോഡിലേക്ക് 1 മീറ്ററോളം ആഴത്തിൽ താഴ്ന്നു കിടന്നതാണ് ഇതിന് കാരണം. ഇതേ തുടർന്ന് സമീപത്തുകൂടി താൽക്കാലിക റോഡ് തുറന്നിരുന്നു. ഇതുവഴി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിട്ടു. രാത്രി ഏറെ വൈകി നടത്തിയ ശ്രമത്തിനൊടുവിൽ കല്ലുകൾ പൊട്ടിച്ചു നീക്കി. പുലർച്ചെയോടെ കല്ലുകൾ റോഡിൽ നിന്ന് പൂർണ്ണമായും നീക്കി ഗതാഗതം സാധാരണ നിലയിലാക്കി. ചെറുപുഴ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രാജഗിരി പൈതൃക സംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ തഹസിൽദാറും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശാനുസരണമാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ഇവിടെ ജനങ്ങൾ ഇപ്പോഴും കടുത്ത പ്രതിഷേധത്തിലും ആശങ്കയിലുമാണ്. കരിങ്കൽ ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്നും ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് സർവകക്ഷി യോഗത്തിലും തീരുമാനമെടുത്തിരുന്നു. PWD റോഡ് നശിപ്പിച്ചതിനെതിരെ ക്വാറി ഉടമകൾക്കെതിരെ കേസെടുക്കണമെന്നും കഴിഞ്ഞ ദിവസം ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗവും ആവശ്യപ്പെട്ടിരുന്നു. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ